ലോകേഷിനും കണ്ണെട്ടായിരിക്കും ഒരു പടം കാണുമല്ലോ, അതിനാണ് കൂലി. രജനീകാന്തിന് മാത്രമായിട്ടൊരു മാസമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ലോകേഷ് പിന്നെ ഈ ലോകേഷിന്റെ പടമാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. വിക്രം പോലെയൊന്നും അല്ല. വിക്രം ലിയോയൊക്കെ ഇന്റർവെല്ലൊക്കെ വേറെ വിഷയമായിരുന്നു, പക്ഷേ അതുപോലെയൊന്നും അല്ല. അമീർ ഖാൻ്റെ ആവശ്യമില്ലേ. അമീർ ഖാൻ ഒന്ന് വേസ്റ്റ്, ഒരു 2 മിനിറ്റ് ഒന്ന് കോമാളിയാക്കി. കൂലി കുറച്ച് കൂടുതലായിട്ടുണ്ട്. വെരി ഡിസപ്പോയിന്റഡ്. ഒത്തിരി എക്സ്പെക്ടേഷൻ ആയിട്ട് വന്നു കൂലി കാണാൻ. ലോകേഷിന്റെ പടമേ അല്ല, വെറും വേസ്റ്റ്, പൈസ വേസ്റ്റ്, ഒരു മനുഷ്യൻ കാണാൻ. പിന്നെ ലോകയുടെ സ്ഥിരം പരിപാടിയാണ്. അതല്ലേ പറഞ്ഞ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഉഷ മൂഞ്ഞ കൃഷ്ണ, അത്രയും പറയാം. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി. രജനീകാന്ത് എങ്ങനെയുണ്ട്? സൂപ്പർ. സൗബിനാണ് പൊളിച്ചത്. സൗബിനൊക്കെയാണ് പൊളിച്ചത്. ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? അത് കാര്യം എന്ന് വെച്ചാൽ നെൽസന്റെ ജയിലറിൽ നമുക്ക് നമ്മുടെ പഴയ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ 1-2 ഷോട്ട്സ് ഉണ്ട്. എന്നാലും ജയിലറിൻ്റെ അത്ര അത് എനിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. ജയിലറിൻ്റെ അത്ര ഒരു ഇമ്പാക്ട് ഇതിന് വന്നിട്ടില്ല. പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത് കേട്ടിട്ട് വേറെ ഒന്നും പറയും, ബിക്കോസ് നമ്മുടെ ഒപ്പീനിയൻ ആണല്ലോ നമ്മൾ പറയുന്നത്. പേഴ്സണലി ജയിലറിൻ്റെ അത്രയും ആ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർസിനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നൊരു ഫീലുണ്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ. അതിൽ പുള്ളി പറയുന്നുണ്ട് അത് രജനി സാറിനോട് പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നതെന്നുള്ളത്. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യം ശ്രുതി ഹാസൻ്റെ ആക്ടിംഗ് ആണ് കേട്ടോ. ഷീ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. വളരെ നന്നായിട്ട് പുള്ളിക്കാരത്തി ഫ്രം ദ ബിഗിനിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നമ്മൾ ലൊക്കേഷൻ്റെ ഇത്രയും LCU കണ്ടിട്ട്, ഇത് LCUവിലുള്ളതല്ല. പുള്ളി ഇന്നലെ തന്നെ അത് പറഞ്ഞു, ദിസ് ഇസ് എ സ്റ്റാൻഡ് അലോൺ മൂവി എന്ന് പറഞ്ഞു. രജനീകാന്തിന് മാത്രമായിട്ടൊരു മാസമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. സൗബിൻ സൂപ്പറാണ് പുള്ളിക്കാരൻ. നമുക്കിതിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ചില ലൂസ് എൻഡ്സ് ഒക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും, ലൈക്ക് ഇതിങ്ങനെ അല്ലല്ലോ, ഇത് അങ്ങനെയാണല്ലോ എന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരൻ്റെ ആക്ടിങ് സൂപ്പറാണ്. ആസ് ആ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ പോലെ പുള്ളിക്കാരന് നല്ലൊരു ഫാൻ ബേസ് തന്നെ നമുക്കൊക്കെ തോന്നും ചില സമയത്ത്, പുള്ളി ഇതെന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ട്രൂ നന്നായിട്ട്. ബിക്കോസ് ഈ ചിലപ്പോൾ ഹൈപ്പ് വന്നിട്ട് മൂവി വരുമ്പോൾ അത് നേരെ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. സൗബിൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിനൊക്കെ ഓക്കെയാണ്, പൊളിയായിരുന്നു. പക്ഷേ ഈ പടം നമുക്ക് ലോകേഷിന്റെ ഒരു പടം ഇതിലും വേദന ലിയോ കൺട്രോളിൽ പൊളിയായിരുന്നു. അതിലും പോലും ഒരു വഴിക്ക് കൊള്ളത്തില്ലായിരുന്നു. നമുക്ക് ഒരു സീനെങ്കിലും എടുത്ത് പറയാനുള്ളതായിട്ടൊന്നുമില്ല. നമുക്ക് ലോകേഷിന്റെ പടം എന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതില്ല. ലോകേഷിനും കണ്ണെട്ടായിരിക്കും ഒരു പടം കാണുമല്ലോ, അതിനാണ് കൂലി. ഓവറോൾ മൂവി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റില്ല. ഭയങ്കര ഹൈപ്പൊന്നും പറയില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ആവറേജ് ആണ്. അതായത് ലോകേഷ് പറഞ്ഞ പോലെ ഇന്റർവെല്ലൊന്നും അത്ര ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാധാ ഒരു പടം, അത്രേ ഉള്ളൂ. വേറെ സൗബിന് വിഷയമാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അമീർ ഖാനൊന്നും വേണ്ടായിരുന്നു, അമീർ ഖാൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. വിക്രം പോലെയൊന്നും അല്ല. വിക്രം ലിയോയൊക്കെ ഇന്റർവെല്ലൊക്കെ വേറെ വിഷയമായിരുന്നു, പക്ഷേ അതുപോലെയൊന്നും അല്ല. അമീർ ഖാൻ്റെ ആവശ്യമില്ലായിരുന്നു, കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അതിനടുത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ലോകേഷ് പിന്നെ ഈ ലോകേഷിന്റെ പടമാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. നല്ലൊരു മൂവിയാണ് എക്സ്പെക്ട് ചെയ്തത്, അത്ര വന്നിട്ടില്ലെങ്കിലും ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. ലോകേഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശമായ പടമാണെന്നാണ് പറയുന്നത്. അങ്ങനെയില്ല, നമുക്ക് എന്തോ ജസ്റ്റ് കണ്ടിരിക്കാം. ഇത് ലോകേഷിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി കാണും, അറിയത്തില്ല. എന്തായാലും അത്ര ബെസ്റ്റ് എന്ന് പറയാൻ ഒരു മൂവിയല്ല, ഒരു എബോ ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. മലയാളികളെ സൗബിനൊക്കെ സിനിമയിലുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയുണ്ട്? സൗബിന്റെ ഇത് എടുത്തന്നെ പറയാം. സൗബിൻ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നാഗാർജുനയും സൗബിനും തകർത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ പോയി അമീർ ഖാനെ കൊണ്ടുവന്നല്ലോ, അദ്ദേഹം എങ്ങനെയുണ്ട്? അമീർ ഖാൻ വേസ്റ്റ്. അമീർ ഖാന് ലോകേഷിന്റെ അടുത്ത പടത്തിന് ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അമീർ ഖാനെ കൊണ്ടുവന്നത്. അല്ലാതെ അമീർ ഖാൻ ഒന്നും വേസ്റ്റ്, ഒരു 2 മിനിറ്റ് ഒന്ന് കോമാളിയാക്കി, അത്രേ ഉള്ളൂ. ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ മൂവി എങ്ങനെയുണ്ട്? തലവരും സൂപ്പറായിരുന്നു. ഇത് LC ഒന്നും അല്ല, സ്റ്റാൻഡേർഡ് ഒരു മൂവി തന്നെയാണ്. അമീർ ഖാൻ്റെ വലിയ റോളില്ല, പക്ഷെ അമീർ ഖാനും തകർത്ത്. ശ്രുതി ഹാസനും നന്നായിട്ട് ചെയ്തു, എല്ലാവരും നന്നായിട്ട് ചെയ്ത് നല്ലൊരു പടമായിരുന്നു. ത്രില്ലർ ആണെന്നൊരു ജനറലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പടം ത്രില്ലർ തന്നെയാണോ? ഓൾറെഡി ഒരു ഇമ്പാക്ട് അങ്ങനെ കിട്ടിയിരുന്നോ? ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ആ ഫീൽ ഉണ്ടായിരുന്നോ? അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു പടം, നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ അത്ര ത്രില്ലിംഗ് ആയിട്ടൊന്നുമില്ല, എന്നാലും സസ്പെൻസ് ഉള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. അതിന്റെ എഫക്ട്സ് ഒക്കെ കൊള്ളായിരുന്നു. ഓവറോൾ നല്ലതായിരുന്നു. സൂപ്പർ എക്സലന്റ് പടം, കൊള്ളാം. സൂപ്പർ സൂപ്പർ അടിപൊളിയാണ്. അമീർ ഖാന്റെ സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മുടെ മലയാളി സൗബിനൊക്കെ ഉണ്ടല്ലോ, എക്സലന്റ് സൂപ്പർ അടിപൊളിയാണ്, സൂപ്പർ. ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഈ ഒരു ഹൈപ്പ് വന്നതിൻ്റെ ഉള്ളതില്ല പടത്തിൽ. ഒരുവിധം ജസ്റ്റ് കാണാം,
ഒരുപാടടുത്ത് ലോകേഷ് കനാലിൻ്റെ വേസ്റ്റ് ഫിലിം എന്ന് പറയേണ്ടി വരും. പുള്ളിയുടെ പടം ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ലോക്കിയുടെ പടം കാണാൻ വന്ന് ലോക്കായ അവസ്ഥയാണ്. തിയേറ്ററിൽ ഇരുന്ന് ഭയങ്കര ലാഗ്, ഇരുന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര ലാഗ്, ഭയങ്കര ഇമോഷണൽ. ഇമോഷൻ ഓഡിയൻസിൽ കണക്റ്റ് ആവുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറേ പഴയ രജനീകാന്തിൻ്റെ കുറേ സീക്വൻസ് വരുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ട്. ആ ഒരു പോയിന്റ് അല്ലാതെ ബാക്കി പടം മൊത്തത്തിൽ കുറേ ഗുണ്ടാണ്, കുറേ ഒരു സുഖമില്ല, മൊത്തത്തിൽ ആ ഹൈപ്പിനുള്ളതില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ നല്ലതാണ്, പക്ഷെ ആവശ്യമില്ലാത്തടത്ത് എല്ലാം ബാക്ക്ഗ്രൗണ്ട്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോലെ ഉണ്ട്. നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടുന്നില്ല മൊത്തത്തിൽ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ലോകേഷ് കനകരാജിൻ്റെ പടങ്ങളിലെ എക്സ്പെക്റ്റേഷൻ വന്നതെന്ന് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. രജനീകാന്ത് സാറിൻ്റെ തന്നെ ഇതുപോലൊരു വേസ്റ്റ് ഫ്രണ്ട് സ്റ്റാർട്ടിങ്ങിൽ പുള്ളി കാണിക്കുന്ന ഒരു വ്യൂ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത. അതിനെക്കാട്ടി ഉപേന്ദ്രയുടെയൊക്കെ ഫസ്റ്റ് കാണിച്ചതും സൗബിനെ കാണിച്ചതും ഒക്കെ നന്നായിട്ടുണ്ട്. അതേസമയം ആ ഒരു ലോഞ്ചിൽ രജനീകാന്ത് സാറിനെ കാണിച്ച പലയിടത്തും അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടില്ല. പിന്നെ പറയേണ്ട സൗബിൻ്റെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട്. സൗബിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ റോള്, സൗബിൻ ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. സൗബിൻ നല്ല റോള് തന്നെ ഇതിനകത്തുണ്ട്. നല്ല ആക്ടിങ് ഉണ്ട്. പക്ഷെ ബാക്കി മൊത്തത്തിൽ പോരാ. ഒരുവിധം ആവറേജ് പടം. ജസ്റ്റ് ഒന്ന് കാണാം. രജനീകാന്ത് സാറിൻ്റെ ഫാൻസിനൊക്കെ വന്ന് കാണാമെന്നല്ലാതെ ഇതിൽ വേറെ വലിയൊരു സംഭവമൊന്നും ഇല്ല. പടം കുറച്ച് ചെറുതായിട്ടൊന്ന് കൂതറയായി എന്ന് പറയണം. കൂലി കുറച്ച് കൂതറയായിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ മൂവി എങ്ങനെയുണ്ട്? ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണോ? മസ്റ്റ് വാച്ച് ഓക്കെയാണ്. നല്ല പടം. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ പടം? ഓർമ്മിപ്പിക്കല്ലേ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ലോക്കി സംഭവം തന്നെയാണോ? രജനീകാന്ത് എങ്ങനെയാണ് ചിത്രത്തില്? സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? സിനിമയാണ്, അടിപൊളിയായിരുന്നു. സിനിമ അല്ല. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഷോ ആണ്. എക്സ്പെക്ടേഷൻ അത്രയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് വന്നത്, പക്ഷെ അതിനു വേണ്ടി ഒന്നും ഉണ്ടായില്ല സിനിമയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹൈ മൊമെന്റ്സ് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചു കഴിഞ്ഞാൽ വളരെ പതുക്കെ പോകുന്നൊരു ലാഗ് അടുപ്പിച്ചിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. എനിക്ക് ആകപ്പാടെ ഉപേന്ദ്രയുടെയും അമീർ ഖാൻ്റെയും പോർഷൻസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വലിയ ഇമ്പാക്റ്റും തരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളികളുടെ സൗബിനിക്ക സിനിമയിലുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയുണ്ട്? സൗബിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ സ്റ്റോറിയിൽ കുറേ പാളിച്ചകളുണ്ട് അവിടെ ഇവിടേക്ക്. നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ ഒരു 100% കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടായില്ല ഈ സിനിമയിൽ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു പതിഞ്ഞ താളത്തിലാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് ആയിരുന്നാലും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിലെങ്കിലും ആ ഒരു ലൂസ് സ്പോർട്സൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നി. പക്ഷേ ഒന്നും നടന്നില്ല. ഇടയ്ക്ക് വരുന്ന ഹൈ മൊമെന്റ്സ് മാത്രം. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഉപേന്ദ്ര വരുമ്പോഴാണ് അല്പമെങ്കിലും ഒരു എനർജി കിട്ടുന്നത്. കാരണം അതുവരെ ഒരു രജനീകാന്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ നിൽക്കുന്നത്. പിന്നെ അവസാനം അമീർ ഖാനും നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുമിച്ച് കാണാം. അമീർ ഖാൻ, ഉപേന്ദ്ര, രജനീകാന്ത് അവരൊക്കെ ഒരുമിച്ച് സ്ക്രീൻ കാണാൻ നമുക്കറിയാമല്ലോ, അവർക്കൊരു പ്രസൻസാണ്. അത് മാത്രം ഇല്ല, നമുക്ക് ഒത്തിരി ചോദ്യങ്ങളെ, ഒത്തിരി കൺഫ്യൂഷൻസ്. എന്നാൽ പിന്നെ ഇതൊക്കെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കുറ്റമറ്റതായ ഒരു തിരക്കഥ ഇല്ലാത്തതാണ് ഈ ഒരു സിനിമയുടെ ഒരു പാളിച്ചെന്ന് ഞാൻ പറയില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു അങ്ങനെയാണ് ഇത്ര ഹൈപ്പൊന്നും ഇല്ല. അപ്പോൾ ഫ്ലോപ്പ് ലോകേഷിന്റെ പടമേ അല്ല ഇത്. ലോകേഷിന്റെ പടമേ അല്ല, വെറും വേസ്റ്റ്, പൈസ വേസ്റ്റ്. ഒരു മനുഷ്യൻ കാണാം നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്. ഒന്നും മനസ്സിലായില്ല. മൊത്തം പടം തുടങ്ങിയ പോലെ അവസാനം വരെ കിളി പോയായിരുന്നു. പടം കണ്ടിട്ട് തന്നെ പറഞ്ഞത് ലോകയുടെ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഉഷയാണ്. ശാന്തികൃഷ്ണ, മൂജികൃഷ്ണ എന്ന് പറയാൻ പറ്റില്ല. കാര്യം വേറൊന്നുമില്ല, രജനീകാന്തിന്റെ പഴയ സ്റ്റൈല് തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ലോകേഷിന്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. വിക്രത്തിന്റെ ആ സിനിമയുടെ ഒരു പകുതി വന്നിട്ടില്ല. പിന്നെ അമീർ ഖാനെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ബോഡിയെ കാണുമ്പോൾ തന്നെ ബിൽഡപ്പാണ്. ഇത്രയും നല്ല ഗംഭീരമാറിയ ഒരു നടനെ കൊണ്ടുവന്നിട്ട് മറ്റേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പൊ ഞാൻ കളിയായിട്ട് പറയുന്നതല്ല, ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു ബീഡി കത്തിച്ച് ഒരു 2 ഡയലോഗും കൂടെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ട്. അതായത് അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് ഊക്കി വിടും പോലെ ഒരു രംഗമായിപ്പോയി. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, മലയാളത്തിലെ നമ്മുടെ ആക്ടർ എന്ന് പറയുന്ന സൗബിന് കാക്ക ഒരു നല്ലൊരു വേഷം ഇതിൽ ചെയ്തിട്ടുണ്ട്.
പുള്ളിയുടെ ഒരു ഹൈലൈറ്റ് ഇതിലുണ്ട്, എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പുള്ളി ഇത്രയും ബിൽഡപ്പായിട്ട് സൗബിനെ അടിപൊളിയായിട്ട് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെറുതെ ഒരു ജാസി കൊണ്ടത് കുഴിയെടുത്ത് അതിലങ്ങ് മൂടിക്കളഞ്ഞ ആ ഒരു ബിൽഡപ്പ് കൂടെ ഇല്ലാതായിക്കളഞ്ഞ. ഞാൻ എന്തെന്ന് പറയട്ടെ, അതാണ് ഉച്ചം ഉഷ്ട ശാന്തി കൃഷ്ണ മൂന്തി കൃഷ്ണ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.